പ്രിയ സുഹൃത്തുക്കളെ, ആകാശത്തു നിന്നും പൊഴിഞ്ഞു വീഴുന്ന മഴയുടെ ആരവങ്ങളെല്ലാം നിലച്ച് നിശബ്ദമായ ഈ സായാഹ്നത്തിൻ്റെ മൗനരാഗത്തിലെത്തി നോക്കുന്ന അഴകിൻ്റെ രൂപവതിയായ ത്രിസന്ധിയുടെ പൂമുഖവാതിക്കലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാ കാലങ്ങളിലും സിനിമാ ഗാനങ്ങളുടെ സംഗീത മാന്ത്രികതയിൽ ലയിച്ചാണ് ഗാനങ്ങൾ പലതും നമ്മൾ ആസ്വദിച്ചിരുന്നത്. ഇവിടെ നമ്മൾ ഗാനവരികളിൽ ഒളിഞ്ഞിരിക്കുന്ന അപൂർവ സൗന്ദര്യത്തിൻ്റെ മുഖപടലം മെല്ലെ നീക്കി വാക്കുകളിൽ തുടുത്തു നിൽക്കുന്ന സാന്ദ്രമായ ഭാവത്തെ നിങ്ങളിലേക്ക് രമിപ്പിക്കുകയാണ്. ഇതിന് എന്നെ സദാ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രഭവ കേന്ദ്രം എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ അകമഴിഞ്ഞ സ്നേഹവാത്സല്യങ്ങൾ മാത്രമാണ്. ഇന്നെൻ്റെ മനസ്സിൻ്റെ ജാലകവാതിൽ തുറന്നെത്തിയിരിക്കുന്നത് ഒരു പ്രണയവിരഹഗാനമാണ്. മലയാളിയുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട പ്രണയവിരഹഗാനങ്ങൾ ഒന്നാണ് 1974 പുറത്തിറങ്ങിയ രാജഹംസം എന്ന ചിത്രത്തിലെ ഈ ഗാനം ദേവരാജൻ മാസ്റ്റർ ഈണം നൽകി ഗാനഗന്ധർവൻ യേശുദാസ് ആലപിക്കുന്നു. കാവ്യഗന്ധർവൻ ജ്വലിപ്പിച്ച ഈ പ്രണയവിരഹഗാനം ത്രിവേണി സംഗമത്തിൻ്റെ അസുലഭ സൗന്ദര്യമാണ് വിരിയിപ്പിക്കുന്നത്. പ്രണയനൈരാശ്യത്താൽ ഏകാന്തതയിലേക്ക് വഴിമാറിയ നായിക ഒരു സന്യാസിനിയെപ്പോലെ ജീവിക്കുന്ന ഒരിടത്തേക്ക് വർഷങ്ങൾക്കു ശേഷം തൻ്റെ പ്രിയതമയെ അപ്രതീക്ഷിതമായി കാണാൻ ഇടയാകുന്ന നായകൻ്റെ മാനസികാവസ്ഥയാണ് ഈ ഗാനത്തിൻ്റെ പശ്ചാത്തലം. ഈ ഗാനരംഗത്തിൽ മലയാള സിനിമയിലെ നിത്യവസന്തമെന്ന് വിശേഷിപ്പിക്കുന്ന പ്രേംസീറും അഴകിൻ്റെ തിടമ്പേറ്റിയ ജയഭാരതിയുമാണ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രണയിച്ചു കൊതി തീരാത്ത ഈ മണ്ണിൽ തളിരിട്ട പ്രണയങ്ങൾ മാംഗല്യത്തിൻ്റെ കൊടിമര ചുവട്ടിലേക്ക് വന്നണയുന്നത് ഹൃദ്യമായൊരു കാഴ്ചയല്ലേ? എന്തൊരു മനോഹരമായ കാഴ്ചയാണതല്ലേ? എന്നാൽ ഇവിടെ പ്രണയത്തിൻ്റെ രാജഹംസത്തിൽ പറന്നുയർന്ന രണ്ട് യുവമിഥുനങ്ങൾ ഇന്ന് വേർപാടിൻ്റെ വഴിയോരത്ത് നിൽക്കുകയാണ്. ഈ വേർപാടിൻ്റെ നിത്യതയിൽ അനുഭവിക്കുന്ന വൈകാരികതയുടെ ചുരുളുകൾ തുറന്ന് ഈ ഗാനം വിരഹത്തിൻ്റെ ആഴങ്ങളിലൂടെ പല്ലവിയിലും അനുപല്ലവിയിലും ചരണത്തിലും കൂടി സഞ്ചരിക്കുകയാണ്. പല്ലവിയിലേക്ക് വന്നാൽ, പ്രണയം വെടിഞ്ഞ് ലോകത്തിൻ്റെ ഭൗതിക സുഗന്ധങ്ങളെല്ലാം ഉപേക്ഷിച്ച് സന്യാസിയെ പോലെ ജീവിക്കുന്ന പ്രിയപ്പെട്ടവളുടെ അരികിലേക്ക് പ്രണയത്തിൻ്റെയും ഓർമ്മകളുടെയും പുഷ്പചാരുത നൽകുന്ന ആ സന്ധ്യയ്ക്ക് ഇതാ നമ്മുടെ കാമുകൻ കാണാൻ എത്തിയിരിക്കുകയാണ്. അതാണ് പല്ലവി. നമുക്ക് നോക്കാം. സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പവുമായി വന്നു. കണ്ടോ? ആ തൻ്റെ പ്രണയം വെടിഞ്ഞ് ലോകത്തിൻ്റെ ഭൗതിക സുഗന്ധങ്ങളെല്ലാം ഉപേക്ഷിച്ച് സന്യാസിയെപ്പോലെ ജീവിക്കുന്ന പ്രിയപ്പെട്ടവരുടെ അരികിലേക്ക് പ്രണയത്തിൻ്റെയും ഓർമ്മകളുടെയും പുഷ്പചാരുത നൽകുന്ന ആ സന്ധ്യയ്ക്ക്, പലപ്പോഴും സന്ധ്യയ്ക്ക് ഒരു കാവ്യ വസ്ത്രത്തിൻ്റെ നിറമായിരിക്കും. ഇവിടെ കവി ഒരു ഡൈനാമിക് ഇമേജറി ഉപയോഗിച്ചിരിക്കുകയാണ്. അതാണ് സന്ധ്യാപുഷ്പവുമായി വന്നു എന്ന് പറയുന്നത്. അത് ആ സന്ധ്യയ്ക്ക് പുഷ്പത്തിൻ്റെ ചാരുതയായിരുന്നു. അപ്പം അങ്ങനെ വന്നിട്ടുള്ള ആ കാമുകൻ, അദ്ദേഹം പറയാണ്, ആരും തുറക്കാത്ത പൂമുഖവാതിലിൽ അന്യനെ പോലെ ഞാൻ നിന്നോ. ഉണ്ടോ? തനിക്കായി ഇനി വാതിലുകൾ തുറക്കപ്പെടില്ല എന്ന തിരിച്ചറിവിൽ ഒരു കാലത്ത് സർവസ്വമായിരുന്നവൾക്ക് മുന്നിൽ നിന്ന് ഒരപരിചിതനെ പോലെ, അന്യനെ പോലെ നിസ്സഹായ അവസ്ഥയോട് കാമുകൻ നിൽക്കുകയാണ്. അതാണ് പല്ലവിയിൽ പറയുന്നത്. ഇനി നമ്മൾ അനുപല്ലവിയിലേക്ക് പോകുമ്പോൾ പ്രണയവിരഹം സമ്മാനിച്ച
നീറുന്ന ഹൃദയാനുഭവങ്ങളെ ചേതോഹരമായി കവി അനുപല്ലവിൽ വർണ്ണിക്കുകയാണ്. നമുക്ക് നോക്കാം. നിന്റെ ദുഃഖാർദ്രമാം മൂകാശ്രുതാരയിൽ എൻ്റെ സ്വപ്നങ്ങളലിഞ്ഞോ സഗദ്ഗതം, എൻ്റെ മോഹങ്ങൾ മരിച്ചു. നോക്കൂ, വാക്കുകൾ ഉരിയാടാൻ പറ്റാതെ നിശബ്ദമായിട്ടല്ലേ നിൻ്റെ ഹൃദയത്തിൽ നിന്നും പെയ്തിറങ്ങുന്ന കണ്ണുനീർ ധാരയിൽ എൻ്റെ സ്വപ്നങ്ങൾ അലിഞ്ഞില്ലാതെയായി. അതുമാത്രമോ, വാക്കുകൾ നഷ്ടപ്പെട്ട വിതുമ്പലോടെ, ഇത് ഞാൻ വിതുമ്പുമ്പോൾ ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ വാക്കുകളൊക്കെ നഷ്ടപ്പെട്ട് വിതുമ്പുന്ന ഞാൻ ഓർത്തു പോകുന്നു. തൻ്റെ ഹൃദയത്തിൽ അവൾ ജ്വലിപ്പിച്ച മോഹങ്ങളുടെ അഗ്നിസ്ഫുലിംഗങ്ങൾ കത്തിയമർന്ന് ചൂടും ജീവനും പറ്റി അതിശൈത്യം വന്നു മൂടിയ എൻ്റെ ഹൃദയം തുഷാരഭൂമിയായി മാറി എന്ന് പറഞ്ഞേ. പിന്നെയോ, നിന്റെ മനസ്സിൻ്റെ തീക്കനൽ കണ്ണിൽ വീണന്തൈ പൂക്കൾ കരിഞ്ഞു. അതുമാത്രമോ, നിന്റെ ഉൾക്കണ്ണിൽ നിന്ന്, നിന്റെ മനസ്സിൻ്റെ ഉൾക്കണ്ണിൽ നിന്ന് കനൽ പോലെ നീറുന്ന നേത്രദൃഷ്ടിയിൽ, ആ നേത്രദൃഷ്ടി ഒരു മിസൈൽ പോലെ പതിച്ചത് എവിടെ? എൻ്റെ ഹൃദയത്തിൽ വിതിർത്തു നിന്നിരുന്ന പ്രണയമോഹ പുഷ്പങ്ങളെല്ലാം കരിഞ്ഞ് ഭസ്മമായെന്ന് പറഞ്ഞേ. ഇതൊരു കഷ്ടമല്ലേ? അതുകൊണ്ട് അദ്ദേഹം പറയാണ്, അതുകൊണ്ട് രാത്രി പകലിനോടെന്ന പോലെ യാത്ര ചോദിപ്പൂ ഞാൻ. കണ്ടോ, അദ്ദേഹം പറയണ. അതുകൊണ്ട് രാത്രി പകലിനോട് യാത്ര ചോദിക്കുന്നത് പോലെ, രാത്രിയും പകലും യാത്ര ചോദിച്ച് പിരിയുന്ന പോലെ, ഒരിക്കലും പരസ്പരം കണ്ടുമുട്ടാത്ത വിധത്തിൽ കാമുകൻ പറയുന്നു, ഞാൻ നിന്നോട് യാത്ര ചോദിക്കുകയാണ്. യാത്ര ചോദിക്കൽ രാത്രിയും പകലും യാത്ര ചോദിക്കുന്നതിന് സമാനമാണ് എന്ന് പറയാണ്. എന്തൊരു മനോഹരമായ ഉപമയുടെ സൗന്ദര്യ ആവിഷ്കാരമാണ് കവി ഉപയോഗിക്കുന്നത്. എന്തൊരു മനോഹരമാണല്ലേ! ഇതാണ് കവിത്വം തുളുമ്പുന്ന വാക്കുകളുടെ പ്രയോഗങ്ങൾ. ഇവരിലാണ് കവിയുടെ മനസ്സുകൾ ഉണർന്നിരിക്കുന്നത്. അവർക്കിങ്ങനെ എഴുതാൻ പറ്റുള്ളൂ അല്ലേ? ഇനി ചരണത്തിലേക്ക് വന്നാലോ? കാമുകൻ്റെ പ്രണയ നൊമ്പരങ്ങളിൽ കൂടുകൂട്ടിയിരിക്കുന്ന ഓർമ്മകൾ, കാലം ബാക്കി വെച്ച ചില അടയാളങ്ങളും ചരണത്തെ കൂടുതൽ ഭാസ്വരമാക്കി മാറ്റുകയാണ്. നമുക്ക് നോക്കാം. നിന്റെ ഏകാന്തമാം ഓർമ്മതൻ വീതിയിൽ എന്നെ എന്നെങ്കിലും കാണും ഒരിക്കൽ നീ, എൻ്റെ കാൽപ്പാടുകൾ കാണും. ദൈവമേ, എന്ത് മനോഹരമാണല്ലേ! നോക്കൂ, കാലം അദ്ദേഹം പറയണത്, ഓർമ്മകൾ നിൻ്റെ ഏകാന്ത ഓർമ്മകളുടെ വീഥിയിൽ അല്ലേ, നിൻ്റെ ഏകാന്ത ഓർമ്മകളുടെ വീഥിയിൽ എന്നെ എന്നെങ്കിലും നീ കണ്ടുമുട്ടും. പിന്നെയോ, ഞാൻ നടന്നു നീങ്ങിയ എവിടെയെല്ലാമാണോ ഞാൻ നടന്നു നീങ്ങിയ വീഥികൾ, അവിടെയെല്ലാം നിനക്കെൻ്റെ കാൽപ്പാടുകൾ കാണുവാൻ കഴിയുമെന്ന്. അടുത്ത രണ്ടുപേരെയോ, അന്നുമെന്നാത്മാവ് നിന്നോട് മന്ത്രിക്കും, നിന്നെ ഞാൻ സ്നേഹിച്ചിരുന്നു. ഓ, ഒന്ന് ആലോചിച്ചല്ലേ, എന്താ അദ്ദേഹം പറയണത്? നമ്മൾ ഒത്തുകൂടിയ ദിനരാത്രങ്ങൾ സമ്മാനിച്ച അസുലഭ നിമിഷങ്ങളുടെ ഓർമ്മച്ചിറകിൽ നിന്നിലേക്ക് ചിറകടിച്ചെത്തുന്ന നിമിഷം എൻ്റെ ആത്മാവിൻ്റെ ആഴങ്ങളിൽ നിന്ന് നിന്നെ വന്നു പൊതിയുന്നൊരു സ്വരം, എൻ്റെ ആത്മാവിൻ്റെ ആഴങ്ങളിൽ നിന്ന് നിന്നെ വന്ന് പൊതിയുന്ന സ്വരം എന്തായിരിക്കും? അത് നിന്നെ ഞാൻ സ്നേഹിച്ചിരുന്നു എന്ന മാന്ത്രിക സ്വരമായിരിക്കും. കണ്ടോ, ഇതൊരു മനോഹരമല്ലേ? എൻ്റെ വീണ്ടും പറയുന്നു, അനുപല്ലവി പറഞ്ഞ പോലെ, രാത്രി പകലിനോടെന്ന പോലെ യാത്ര ചോദിപ്പൂ ഞാനിതാ പിരിയണ. രാത്രിയും പകലും കണ്ടുമുട്ടാത്തും സമാനമായിട്ട്
രാത്രിയും പകലും ഒരിക്കലും കണ്ടുമുട്ടാത്തതിന് സമാനമായിട്ട് ഞാനും നീയും ഒരിക്കൽ കൂടി പിരിയണം. ഇതൊരു മനോഹരമല്ലേ? എന്താണ് ഉദ്ദേശിച്ചതിനുള്ളേ? നമുക്കൊന്ന് പരിശോധിക്കാം. കാലം എത്ര കഴിഞ്ഞാലും അല്ലേ, മാഞ്ഞു പോകാത്ത ഓർമ്മകളുടെ വരാന്തകളിൽ എപ്പോഴെങ്കിലും ഒരു സൗമ്യമായ കാറ്റായി വന്ന് നിന്നെ തലോടി കടന്നു പോകുന്ന ആ ഒരേ ഒരു സത്യം, നിന്നെ ഞാൻ സ്നേഹിച്ചിരുന്നു എന്ന മാന്ത്രിക സ്വരമായിരിക്കും. അത് നിൻ്റെ ഹൃദയത്തിൽ എപ്പോഴും മുഴങ്ങും എന്നാണ് പറയുന്നത്. ഇത്ര മനോഹരമായിട്ടാണ് കാവ്യഗന്ധർവൻ പ്രണയവിരഹ കാവ്യഗീതത്തിൻ്റെ എല്ലാ തീക്ഷ്ണതകളും നമ്മിലേക്ക് രമിപ്പിച്ചുകൊണ്ട് പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുന്നത് അല്ലേ? ഇത്തിരി മനോഹരമുണ്ടല്ലേ? ഈ വർത്തമാനകാലത്തിലെ കാമുക ഹൃദയങ്ങൾ പ്രണയവിരഹത്തിൻ്റെ തീരവീതിയിലേക്ക് എത്തിച്ചേരല്ലേ എന്ന് ഹൃദയം നൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നിവിടെ നമ്മൾ പിരിയാണ്. ഈ കാവ്യവിരുന്ന് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഈ ഗാനമൊന്ന് ആലപിക്കട്ടെ. ഏവർക്കും ഗുഡ് ബൈ. സന്യാസിനി ഓ ഓ സന്യാസിനി, നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പവുമായി വന്നു. ആരും തുറക്കാത്ത പൂമുഖവാതിലിൽ അന്യനെ പോലെ ഞാൻ നിന്നു. സന്യാസിനി, നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പവുമായി വന്നു. നിന്റെ ദുഃഖാർദ്രമാം മോഹാശ്രുധാരയിൽ എൻ്റെ സ്വപ്നങ്ങൾ അലിഞ്ഞു. സഗദ്ഗതം എൻ്റെ മോഹങ്ങൾ മരിച്ചു. നിന്റെ ദുഃഖാർദ്രമാം മോഹാശ്രുധാരയിൽ എൻ്റെ സ്വപ്നങ്ങൾ അലിഞ്ഞു. സഗദ്ഗതം എൻ്റെ മോഹങ്ങൾ മരിച്ചു. നിന്റെ മനസ്സിൻ്റെ തീക്കനൽ കണ്ണിൽ വീണന്തൈ പൂക്കൾ കരിഞ്ഞു. രാത്രി പകലിനോടെന്ന പോലെ യാത്ര ചോദിപ്പൂ ഞാൻ. സന്യാസിനി, നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പവുമായി വന്നു. നിന്റെ ഏകാന്തമാം ഓർമ്മതൻ വീതിയിൽ എന്നെ എന്തെങ്കിലും കാണും ഒരിക്കൽ നീ. എൻ്റെ കാൽപ്പാടുകൾ കാണും. നിന്റെ ഏകാന്തമാം ഓർമ്മതൻ വീതിയിൽ എന്നെ എന്തെങ്കിലും കാണും ഒരിക്കൽ നീ. എൻ്റെ കാൽപ്പാടുകൾ കാണും. അന്നുമെന്നാത്മാവ് നിന്നോട് മന്ത്രിക്കും. നിന്നെ ഞാൻ സ്നേഹിച്ചിരുന്നു. രാത്രി പകലിനോടെന്ന പോലെ യാത്ര ചോദിപ്പൂ ഞാൻ. സന്യാസിനി, നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പവുമായി വന്നു. ആരും തുറക്കാത്ത പൂമുഖവാതിലിൽ അന്യനെ പോലെ ഞാൻ നിന്നു. സന്യാസിനി ഓ ഓ